നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറെ പ്രത്യേകതകളുള്ള ഒരു വൈദികനെയാണ്. തലശ്ശേരി അതിരൂപതയിലെ നെടുവാലൂർ സെൻറ് ജോസഫ് ഇടവകയിൽ നിന്നും മലയാറ്റൂർ കുരിശുമലയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്ന ഒരു വൈദികനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അച്ഛാ, ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. നമ്മളോടൊപ്പം ഉള്ളത് ഇടവാലൂർ ഇടവകയിലെ റെനോയി അച്ഛനാണ്. അച്ഛാ, സാധാരണഗതിയിൽ എല്ലാവരും മലയാറ്റൂർ പള്ളിയിലേക്ക് കുരിശുമല തീർത്ഥാടനം നടത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും വാഹനങ്ങളിലായിരിക്കും. പക്ഷെ അച്ഛൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കാൽനടയായിട്ടാണ് പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്നത്. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ 4 വർഷം മുമ്പാണ് ഞങ്ങളുടെ ഇടവകയിൽ വന്നത്, നെടുവാലൂർ സെൻറ് ജോസഫ് ഇടവകയിൽ വന്നത്. അവിടെ വരുമ്പോൾ അവിടെ ഒരു ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള യുവജനങ്ങൾ അവരെ എല്ലാ വർഷവും കാൽനടയായിട്ട് നമ്മളുടെ മലയാറ്റൂർ പള്ളിയിലേക്ക് യാത്ര ചെയ്യുന്നത് ഞാൻ കാണുകയും അവരെ ബ്ലെസ് ചെയ്യുകയും ആശീർവദിക്കുകയൊക്കെ ചെയ്ത് അവരെ യാത്രയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ദേവാലയ നിർമ്മാണം ആരംഭിച്ചത്. അപ്പോൾ ദേവാലയ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ആ ദേവാലയ നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇപ്രകാരം ഒരു നിയോഗം എടുത്ത് എല്ലാ വർഷവും കാൽനടയായിട്ട് മലയാറ്റൂർ തോമാസ് ലീഹായുടെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യാമെന്ന് ഒരു ആഗ്രഹവും അതുപോലെ തന്നെ അപ്രകാരം ഒരു നിയോഗവും മനസ്സിൽ വന്നു. ദേവാലയം എപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാവലാളാണ് തോമാസ് ലീഹ. അപ്പോൾ ആ തോമാസ് ലീഹായുടെ സന്നദ്ധിയിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഇതുവരെയായിട്ടും ഇത് 3ാമത്തെ വർഷക്കാലമാണ്. അപ്പോൾ 3 വർഷക്കാലത്തിൽ ഇതുവരെയായിട്ടും വിചാരിച്ച നിയോഗങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഏതെല്ലാം നിയോഗങ്ങൾ മനസ്സിലെടുത്താലും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചെടുത്തിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതെല്ലാം ജീവിതത്തിൽ നടക്കുന്ന ഒരു അനുഭവമാണുള്ളത്. അപ്പം അച്ഛനൊരു ഇടവകയ്ക്ക് വേണ്ടിയാണ് അച്ഛൻ ഈ കാൽനടയായിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ കുറേ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴിയൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇടവകയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ട്. അതിലുപരി ദേവാലയ നിർമ്മാണവും ഇടവകയുടെ ആ ഒരു വലിയ വിശദീകരണമൊക്കെ ആയിട്ടാണ് ഇപ്രകാരം യാത്ര ചെയ്യുന്നത്. ആദ്യത്തെ വർഷം വന്നപ്പോൾ നമ്മളുടെ കൂട്ടുകാരായിട്ടുള്ള നമ്മുടെ യുവജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വഴിയൊക്കെ കാണിച്ചു തന്നു. പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും പിന്നെ അതൊക്കെ മനസ്സിലായി. ഇപ്പം പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എല്ലാ വർഷവും യാത്ര ചെയ്യുന്നതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ വഴികളിലൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ അതുപോലെ തന്നെ സ്കൂളുകൾ പള്ളികൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിൽ ഇപ്രകാരം ഇന്ന് ഇവിടെ ഡിവൈൻ മുരിങ്ങൂർ ഡിവൈൻ റിട്രീറ്റിലെ കേന്ദ്രത്തിലാണ്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ അഭയം തേടിക്കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര മണിക്കൂറാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ വൈകിട്ട് 5 മണിയാകുമ്പോൾ ഏകദേശം ഇറങ്ങും. പിറ്റേ ദിവസം ഓരോ ഡെസ്റ്റിനേഷൻ ഉണ്ടാകും, ഇന്ന സ്ഥലത്ത് എത്താമെന്നുള്ളത്. അപ്പോൾ രാത്രി മുഴുവനും നടക്കും. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും വിഷമം വരികയാണെങ്കിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ എവിടെയാണോ സ്ഥലം കാണുന്നത് അവിടെ കിടക്കും. ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തിണ്ണകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോടോ അങ്ങനെയൊക്കെ തുടങ്ങി എവിടെയെങ്കിലും അല്പസമയം വിശ്രമിക്കും. പിന്നെ എഴുന്നേറ്റ് നടക്കും. കയ്യിൽ ജപമാല ഉണ്ട്, അതുപോലെ തന്നെ കുരിശുണ്ട്. അതുപോലെ ഇതെല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചങ്ങ് നടക്കുമ്പം പെട്ടെന്ന് ഏത് സ്ഥലത്താണെങ്കിലും എത്തും. ഏകദേശം ഒരു 30-40 കിലോമീറ്ററിനടുത്ത് ഒരു ദിവസം നടക്കും. അങ്ങനെയാണ് ഇതുവരെയായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ നടന്നു പോകുമ്പം കുറേ പ്രതിസന്ധികളുണ്ട്. പല ആൾക്കാരെ കാണുന്നു, രാത്രി സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് മാതാവിൻ്റെ ഒരു സംരക്ഷണം തോന്നി, അങ്ങനെ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. രാത്രി നടക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഭയമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ സാധാരണ എല്ലാവരും ഭയങ്കര ഭയത്തോടെയൊക്കെ കാണുന്നത് എങ്ങനെ ഈ ഒറ്റയ്ക്ക് നടക്കുന്നതെന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ട്. ഒറ്റയ്ക്ക് നടക്കുന്നതിൽ യാതൊരു പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല. എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ആളുകളെല്ലാം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയൊക്കെയാണ് പെരുമാറുന്നത്. പല ജില്ലകളിലൂടെ പല ആളുകളുടെ ഇടയിലൂടെയൊക്കെയാണ് നടന്നു വരുന്നത്. പക്ഷേ എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കും. ഞാൻ പറയും മലയാറ്റൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് മലയാറ്റൂരിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. ഞാൻ പറയും ഇതൊരു നേർച്ചയാണ്, നേർച്ച നിറവേറ്റാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ മറ്റു മത്സരമായിട്ടുള്ള ആളുകൾ എല്ലാവരും അവരുടെ കയ്യിലുള്ള ചെറിയ നേർച്ചകൾ തരും. അല്ലെങ്കിൽ എവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സഹായിക്കുന്ന അനുഭവം മാത്രമേ ഉള്ളൂ. വേറെ ഒരിക്കലും ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ കാലിന് പരിക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നടക്കുന്നതിൻ്റെ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പിന്നെ ഒരു പ്രാവശ്യം മാത്രം, ഇപ്പോൾ 3 വർഷമായി നടക്കുന്നതെങ്കിലും ശരിക്കും 4 പ്രാവശ്യം നടന്നു. ഒരു പ്രാവശ്യം പകുതി വഴി എത്തിയിട്ട് അത് തിരിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. തിരിച്ചു പോകുന്നതല്ല, ഒരു കോഴിക്കോട് വരെ വരുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിനുശേഷം കാലെല്ലാം പൊട്ടി തകർന്ന് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അനുഭവം വന്നു. പിന്നെ അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല.
പിന്നെ ട്രെയിൻ കയറി വേളാങ്കണ്ണിക്ക് പോയി. മുട്ടിന് കുഴപ്പമില്ലാത്ത അവിടെ മുട്ടയിലഴിഞ്ഞ് നേർച്ചയൊക്കെ നിർവഹിച്ച് പിന്നെ വന്ന് മലയാറ്റൂർ മല കയറി. പക്ഷേ തിരിച്ചു ചെന്നിട്ടും ഭയങ്കര വിഷമമായിരുന്നു, ഇത് ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് വീണ്ടും വർഷം കഴിഞ്ഞ വർഷം വീണ്ടും ഒരിക്കൽ കൂടി നടന്നു വന്നു. അങ്ങനെ ഒരു വർഷം 2 പ്രാവശ്യം നടന്ന് പിന്നെ മലയിലെത്തി അത് പൂർത്തീകരിച്ചു. എങ്ങനെയാണെങ്കിലും അത് നിന്ന് പോകാതെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഇനി കുറച്ച് ദൂരങ്ങൾ കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നാളെ രാവിലെ അവിടെ എത്തിച്ചേരുമല്ലോ. അപ്പോൾ ഇത്രയും ദിവസങ്ങളുള്ള യാത്ര ആകുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു ദൈവാനുഭവം? ഈ വർഷം ഞാൻ യാത്ര ചെയ്യുന്നത്, ഞാൻ നോമ്പെടുത്തിട്ട് യാത്ര ചെയ്യുന്നത്. നോമ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് ഡിസംബർ 1-ാം തീയതി നോമ്പെടുത്ത് ഈസ്റ്ററിനെ നോമ്പ് കൊടുത്തുള്ളൂ. അപ്പോൾ ഏകദേശം 150 ദിവസത്തോളം നോമ്പെടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ നോമ്പെടുത്ത് യാത്ര ചെയ്യുന്നതുകൊണ്ട് നടക്കുന്നതൊന്നും ഒരു വിഷയമല്ല. അതുപോലെ തന്നെ ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെയും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വചനം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. ഇതുവരെയായിട്ടുള്ള എല്ലാ ദിവസങ്ങളും ഒരു കുഴപ്പമില്ലായിരുന്നു, വളരെ സുഖമായിട്ടും അതുപോലെ തന്നെ സന്തോഷത്തോടെയും വന്നു. ഈ വർഷം വളരെ പ്രത്യേകമായിട്ട് കുറേ മഴ വന്നതുകൊണ്ട് മഴയത്ത് നടക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു മഴയും വന്നു, അങ്ങനെ ഓരോ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. പക്ഷേ എങ്ങനെയാണെങ്കിലും യാത്ര വളരെ ദൈവം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് ഇതുവരെയായിട്ടുള്ളത്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമൊക്കെ ഉണ്ടാകാറില്ല. പക്ഷേ അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണമുണ്ട്. ഇത് നമ്മുടെ ജൂബിലി വർഷം കൂടെയാണ്. അപ്പോൾ നമ്മൾ തീർത്ഥാടനം നടത്തുക എന്നുള്ളൊരു ആഹ്വാനം കൂടെ നമുക്കുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് അച്ഛന് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്താണ്? നമ്മൾ തീർത്ഥാടനങ്ങൾ തീർച്ചയായിട്ടും നടത്തണം. നമ്മളൊരു തീർത്ഥാടനത്തിന് വേണ്ടി പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ എടുക്കുന്നതല്ല തീർത്ഥാടനം എന്ന് പറയുന്നത്. അതിന് ദീർഘമായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ആരാണോ ധാരാളമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ച് ഇപ്രകാരം തീർത്ഥാടനം നടത്തുക, അപ്പോഴാണ് ജീവിതത്തിൽ ഫലം ചെയ്യുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന, ഒരിക്കലും നമുക്ക് സാധ്യമല്ലെന്ന് വിചാരിക്കുന്ന അത്ഭുതങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ തന്നെ വലിയൊരു ആത്മവിശുദ്ധീകരണം പ്രകാരം നടക്കുമ്പോൾ എത്രയോ സമയമാണ് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു 8-10 ദിവസം നടക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാനായിട്ടില്ല, പ്രാർത്ഥിക്കാനായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തീർത്ഥാടനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു ആത്മവിശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള കൂടുതലായിട്ടുള്ള ചിന്ത. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും തിരക്കിൻ്റെ ലോകത്തിലാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ അവസരത്തിൽ നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കുവാനും നമ്മളുടെ അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവികമായ കാര്യങ്ങളെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗവും, അതുപോലെ തന്നെ നമ്മൾ തന്നെ ജീവിതത്തിൽ സഹനത്തോടെ ഒരു കാര്യം ചെയ്യുമ്പോൾ, ത്യാഗമെടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒത്തിരിയേറെ അനുഗ്രഹപ്രദവും അതുപോലെ തന്നെ അത് നമ്മളുടെ വിശ്വാസത്തെ ഒരുപാട് വർദ്ധിപ്പിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മളുടെ ഈ ജൂബിലി വർഷത്തിൽ എല്ലാവരും തീർത്ഥാടനങ്ങൾ നടത്തണം. കൂടുതലായിട്ട് തീർത്ഥാടനങ്ങൾ ചെയ്യുമ്പോൾ ആത്മവിശുദ്ധീകരണത്തിന് അത് കാരണമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസകളും. അച്ഛൻ ഇതൊരു കാൽനടയായിട്ടുള്ളൊരു തീർത്ഥാടനമാണല്ലോ. അപ്പോൾ എന്നായിരുന്നു ഈ തീർത്ഥാടനത്തിന് അച്ഛൻ തുടങ്ങിയത്? അതോ എവിടെയൊക്കെയായിരുന്നു സ്റ്റേ ചെയ്തത്? അതൊന്ന് പറയാം. ഈ വർഷം തുടങ്ങിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തുടങ്ങിയത്. അതിനുശേഷം ആദ്യമായിട്ട് മാഹി സെൻറ്റ് തെരേസാസ് ദേവാലയത്തിൽ അവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം പിന്നെ മുമ്പിലേക്ക് വന്നിട്ട് കൊയിലാണ്ടി ബഹുമാനപ്പെട്ട ജോസച്ചൻ്റെ അടുത്ത് അവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം പിന്നെ ഒന്ന് എൽറൂഹ ധ്യാന കേന്ദ്രം കടലുണ്ടി, അവിടെയാണ് പിന്നെ സ്റ്റേ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് മുമ്പിലേക്ക് വന്ന് തിരൂര്, അവിടെ നമ്മുടെ സേക്രഡ് ഹാർട്ട് സിസ്റ്റേഴ്സിൻ്റെ അവിടുത്തെ കോൺവെൻറ്റിൽ, അവിടെയാണ് സ്കൂളിലാണ് സ്റ്റേ ചെയ്തത്. പിന്നെ അവിടുന്ന് മുമ്പിലേക്ക് വന്ന് ഇന്നലെ നമ്മുടെ എരനെല്ലൂർ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്താണ് സ്റ്റേ ചെയ്തത്, തൃശ്ശൂർ രൂപതയിൽ. അതിനുശേഷം ഇന്ന് ഇവിടെ നമ്മളുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. നമ്മുടെ അച്ഛൻ്റെ ഇടവകയിലോട്ടൊന്ന് നോക്കുവാണെങ്കിൽ ADM നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അന്ന് അത് കുറച്ച് ചർച്ചാ വിഷയമായിരുന്നു. അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. നമ്മളുടെ ഇടവക വളരെ ചെറിയൊരു ഇടവകയാണ്, 130 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഇടവക ആയതുകൊണ്ട് നമ്മളുടെ ഒരു ദേവാലയ നിർമ്മാണവും അതുപോലെ തന്നെ പള്ളിമുറി നിർമ്മാണമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഇടവക ആയതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തികളൊക്കെ വളരെ കൂടുതൽ എക്സ്പെൻസീവാണെന്ന് നമുക്കറിയാം. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അപ്പോൾ റോഡിൻ്റെ സൈഡാണ്. അപ്പോൾ ഇപ്രകാരം ലീസിന് കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം നമ്മളുടെ പെട്രോൾ പമ്പിന് സ്ഥലം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടവാംഗങ്ങൾ വഴിയായിട്ട് നമ്മുടെ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പൊതുയോഗത്തിലൊക്കെ ചർച്ച ചെയ്തപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രൂപതയിലേക്ക് അറിയിച്ചപ്പോൾ രൂപതയിൽ നിന്ന് അനുവാദമൊക്കെ കിട്ടി പ്രകാരം
പെട്രോൾ പമ്പിനായിട്ട് സ്ഥലം നമ്മൾ ലീസിന് കൊടുക്കാൻ തീരുമാനിച്ചു. എപ്പോഴാണ് അവിടെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നത്, അപ്പോൾ ലീസിന് കൊടുത്ത ആ സമയത്ത് നമുക്ക് വാടകയായിട്ട് പൈസ കിട്ടുന്ന വിധത്തിലാണ് കൊടുത്തത്. അപ്പോൾ അതിനുള്ള പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് ഒരു ദിവസം അറിയുന്നത് ഇപ്രകാരം ഈ സ്ഥലത്തിൻ്റെ പേരിൽ ഇപ്രകാരം ഒരു വലിയ ഉദ്യോഗസ്ഥൻ ADM നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നും അതിൻ്റെ പിന്നിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഇടയാകുന്നു. അപ്പോഴത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മളിപ്രകാരം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്തത്. ഇടവകയുടെ നന്മയും അതുപോലെ തന്നെ അത് ഇച്ചിരി റോഡിൻ്റെ സൈഡാണെങ്കിലും അധികം സൗകര്യങ്ങളില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വികസനവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ്. അതിലുപരി നമ്മുടെ ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കാനായിട്ട് നല്ലൊരു ഉപയോഗമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്രകാരം വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയ ഒരു വിഷമമായിട്ട് തീർന്നു. വലിയ ഷോക്കായിരുന്നു അത് ഉള്ളത്. അപ്പോൾ അതിൽ ഒത്തിരിയേറെ വിഷമിച്ചു. പിന്നെ എല്ലാവരും ഓരോ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാക്കി അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നതായിട്ട് കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഏത് ദേവാലയം പണിയുമ്പോഴും അതുപോലെ തന്നെ പള്ളി പണിയുമ്പോഴും അതിൻ്റെ ഇടയിൽ ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ എവിടെയും ഒരു ത്യാഗവും കുരിശൊക്കെ എപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതിനെ ഒരു കുരിശായിട്ട് സ്വീകരിച്ചു അതിന് വേറെ ബുദ്ധിമുട്ടുകളില്ലാതെ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ലാഭം ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു, എപ്പോഴാണ് നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് പൈസ തരാമെന്നുള്ള രീതിയിലാണ് ആരംഭിച്ചത്. ഇതുവരായിട്ടും നിർമ്മാണ പ്രവർത്തികളൊന്നും ആരംഭിച്ചില്ല. 2 കുറ്റിയടിച്ചു എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തില്ല. അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് അറിയാനായിട്ട് സാധിച്ചത്. മറ്റിതുവരായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി മുമ്പിലേക്ക് എപ്രകാരം ആവും എന്നുള്ള കാര്യങ്ങളും അറിയത്തില്ല. ഏതായാലും നമുക്ക് ഒരു വലിയ സങ്കടത്തിന് കാരണമായിട്ട് തീർന്നു ഇപ്രകാരമുള്ളത്. പക്ഷേ അതിനെ ഒരു നല്ല മനസ്സോടെ എടുത്തുകൊണ്ട്, ഒരു ത്യാഗത്തിൻ്റെ മനസ്സോടെ എടുത്തുകൊണ്ട്, സഹനത്തിൻ്റെ മനസ്സോടെ എടുത്തുകൊണ്ട് ഇപ്രകാരം ഈ ഒരു തീർത്ഥാടന യാത്രയിൽ അതും ഒരു പ്രാർത്ഥനയുടെ വിഷയം തന്നെയാണ്. നമ്മുടെ ഈ ഒരു തീർത്ഥാടന യാത്രയിൽ നിരവധി കുരിശുകൾ വരുന്നുണ്ട്. അതേസമയം അച്ഛൻ ഒരു കുരിശും എടുത്തിട്ടാണ് യാത്ര ചെയ്യുന്നതും. അതിനൊരു പ്രചോദനമായത് എന്തായിരുന്നു? ഈ ഒരു കുരിശ് ഇത് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു കുരിശാണ്. അപ്പോൾ ഈ കുരിശ് ഞാൻ എടുത്തു. അപ്പോൾ ആദ്യത്തെ വർഷം എടുത്തപ്പോൾ ഇത് അവിടെ സാധാരണഗതിയിൽ കുരിശ് നമ്മൾ അവിടെ മലയാറ്റൂർ മലയിൽ അവിടെ വെച്ചിട്ടാണ് വരുന്നത്. ഒരുപാട് കുരിശുകൾ നമുക്ക് അവിടെ കാണാം. ആദ്യത്തെ വർഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുരിശ് അവിടെ വെച്ചു. കുറച്ച് കഴിയുമ്പം വന്നിട്ട് ആ കുരിശ് തിരിച്ചെടുത്തു. എങ്ങനെ കുരിശ് ഉപേക്ഷിച്ച് പോകേണ്ടതല്ല, അത് കൂടെ കൂട്ടേണ്ടതാണെന്നുള്ള ചിന്തയിൽ അതിനെ ഞാൻ തിരിച്ചെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. ഇത് എല്ലാ വർഷവും ഈ ഒരു കുരിശ് തന്നെയാണ് ഞാൻ അവിടെ കൊണ്ടുപോകും. അവിടെ മലയാറ്റൂർ സന്നദ്ധിയിൽ കൊണ്ടുപോയി വെച്ച് അല്പം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഈ കുരിശെടുക്കും. അപ്പോൾ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഓരോ കുരിശുകളുണ്ട്. അതിനെ എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ ഒരു ആത്മവിശുദ്ധീകരണവും അതുപോലെ തന്നെ അതിലൂടെ ഒരു നന്മയ്ക്ക് കാരണമാകും എന്നുള്ള ഒരു ചിന്തയുണ്ട്. അപ്പോൾ എൻ്റെ എപ്പോഴെങ്കിലും ഈ തീർത്ഥാടനം ഒരു ദിവസം അവസാനിപ്പിക്കുക, അന്ന് മാത്രമേ ഈ കുരിശ് മലയാറ്റൂർ മലയിൽ ഞാൻ അവിടെ വെക്കുകയുള്ളൂ. അതുവരെ എൻ്റെ കൂടെ എപ്പോഴും ഈ കുരിശ് ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയാണ് ഈ മനസ്സിലുള്ളത്. അച്ഛാ, ഇനി വരുന്ന ദിവസങ്ങളിലാണെങ്കിലും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസങ്ങളാവട്ടെ. അച്ഛൻ്റെ ആഗ്രഹം, അച്ഛൻ്റെ തീർത്ഥാടനത്തിൻ്റെ ആഗ്രഹം, അതുപോലെ ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിശുദ്ധിയുടെ ദിവസങ്ങൾ ആശംസിക്കുകയാണ്. അച്ഛാ, ഏറെ സ്നേഹത്തോടെ. താങ്ക് യു.